ഡിസ്റ്റൻസിങ് ഫ്രം ഓൾ ദ നോയ്സസ് ആൻഡ് ബിക്കമിങ് ഒബ്സെസ്ഡ് വിത്ത് ദ ഗോൾ. ഈ നോയ്സ് ആൻഡ് സിഗ്നൽ പറഞ്ഞ സംഭവങ്ങളുണ്ട്. നോയ്സ് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മളെ ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. സിഗ്നൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ആ ടാസ്ക് അല്ലെങ്കിൽ ആ ഗോളായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ. അപ്പോൾ ആൾക്കാരെ വെച്ചാണ് പറയുമ്പോൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്നൊക്കെ പറയലുണ്ട്. ഇപ്പോൾ സ്റ്റീവ് ജോബ്സിനൊക്കെ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ വളരെ കൂടുതലാണ്, എലോൺ മസ്കിന് വളരെ കൂടുതലാണെന്നൊക്കെ പറയും. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഓല് ക്ലിയർ കട്ടായിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ. ഓല് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഭയങ്കര ഫോക്കസ്ഡ് ആൻഡ് ഓലെ ഗോളായിട്ട് ഭയങ്കര രീതിയിൽ റിലേറ്റ് ചെയ്ത സംഭവങ്ങളായിക്കാരം. ഒക്കെ ഒരു ക്ലിയർ കട്ട് ആക്ഷൻസ് ആയിക്കാരം. അതിൽ കുറേ ഫ്ലഫും കാര്യങ്ങളും എൻജോയ്മെൻറ്റും പാർട്ടി അതെല്ലാം കൂടി മിക്സ് ചെയ്താണ്ട് അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷനും കാര്യങ്ങളും മിക്സ് ചെയ്ത ലൈഫ് ആവില്ല. ഈ ഒരു സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഡിസ്ട്രാക്ഷൻസ് ആണ്. പക്ഷേ നമ്മളെ കേസിൽ, നമ്മളെ ലൈഫിൻ്റെ കേസിൽ പറയുമ്പോൾ സിഗ്നലും നോയ്സിലും ഇവിടെ നോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ആൾക്കാരുണ്ടാവാം, ഇവൻറ്റുകൾ ഉണ്ടാവാം, സോഷ്യൽ മീഡിയ ഉണ്ടാവാം, ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും. ആരൊക്കെയാണോ നമ്മളെ മെയിൻ പ്രയോറിറ്റിയിലേക്ക് പോകാൻ അയക്കാതെ നമ്മളെ ബാക്കിലേക്ക് വലിക്കുന്നത്, അതൊക്കെ നമുക്ക് ഇവിടെ നോയ്സാണ്. അപ്പോൾ നോയ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഡിസ്റ്റൻസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഗോളിൽ നമ്മൾ ഇൻറ്റൻസിറ്റിയും ഒബ്സഷനും കൊടുക്കണം. ഈ ഇൻറ്റൻസിറ്റി ഒബ്സഷനും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാവും. അതായത് നമുക്ക് തന്നെ അതിലൊരു കാരണമുണ്ട്. നമ്മൾ 24/7 ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചാണ്. നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ വരെ നമ്മളെ മൈൻഡിൽ എന്താണ്? ഇന്നിപ്പോൾ എന്ത് പഠിക്കണം, അല്ലെങ്കിൽ ഇന്ന് എങ്ങനെ എന്ത് സംഭവം പ്രോഗ്രാം ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് എന്ത് വീഡിയോ ഉണ്ടാക്കണം, ഇങ്ങനത്തെ ചിന്തയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം ആൾക്കാർ എന്ത് ചെയ്യും? യൂട്യൂബ് വീഡിയോ കണ്ടാണ് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി കാത്തിക്കും, പാട്ട് വെച്ചാണ് മോട്ടിവേഷൻ കിട്ടാൻ കാത്തിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും സ്പീച്ച് കേട്ടാണ് മോട്ടിവേഷൻ കിട്ടാൻ കാത്തു നിൽക്കും, മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. അത് എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. അത് കുറേ കാലം ഉണ്ടാവില്ല.